അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്നാൽ, യേശു തൊട്ടാൽ, യേശു വന്നാൽ, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതായി നമ്മുടെ കൈകളിൽ തന്ന നമ്മുടെ കർത്താവിനെ ഓർത്ത് നന്ദി പറയാം. ഈ വർഷം നമ്മൾ കേട്ടത് ഇയർ ഓഫ് മാനിഫെസ്റ്റിംഗ് രജിസ്ട്രേഷനാണ്. അതായത് ചിലത് നമുക്ക് നൽകപ്പെട്ട ചിലത് ഈ വർഷം നമ്മൾ മാനിഫെസ്റ്റഡ് ആകുന്നു, അനുഭവിക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ദൈവിക ആലോചന എത്രത്തോളം നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്രാർത്ഥന ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണോ? നമ്മളുടെ ചിന്തകൾ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണോ? ഞാനത് അനുഭവിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ എന്നെ അത് കൺട്രോൾ ചെയ്യണം, എൻ്റെ ചിന്തകളിൽ അത് ഉണ്ടാകണം, ഞാൻ അതിലേക്കാണ് എൻട്രി ചെയ്തിരിക്കുന്നതെന്ന് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടാകണം. അപ്പോഴാണ് ഞാൻ ശരിക്കും അതിൽ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രവചന ശബ്ദത്തോടൊപ്പം ഞാൻ ചലിക്കുന്നത്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം, ചിന്തകൾ എങ്ങനെയായിരിക്കണം, ശൈലികൾ എങ്ങനെയായിരിക്കണം എന്ന ഒരു ശരിയായ കാഴ്ചപ്പാട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. Today also I'm going to share the same message what we shared in last week. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ മെസ്സേജാണ് ഞാൻ ഇന്നും പറയാനായി പോകുന്നത്. I'm going to add some more scriptures. That's all what I'm going to do. ഞാൻ അതിന്റെ ഇടയ്ക്ക് ചില വാക്യങ്ങളും കൂടെ ചേർക്കാൻ പോകുന്നു, അത് മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. So while I was preparing the message, God spoke to me, share the same message what you shared last week. ഞാൻ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാനിടയെ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച് അതേ മെസ്സേജ് തന്നെ ഇന്ന് സംസാരിക്കും. So normally I won't do like that. സാധാരണ രീതി എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമില്ല. In my spirit I know, I'm sure this is what I need to share today. പക്ഷേ എൻ്റെ ആത്മാവിൽ എനിക്ക് അറിയാമായിരുന്നു ഇന്ന് ഇത് തന്നെയാണ് അത് പറയേണ്ടതെന്ന്. So in between I'm sharing the word, I know the manifestation will take place. ഞാൻ വചനം പറയുന്ന സമയത്ത് ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ ഇവിടെ സംഭവിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. Say to your neighbor, wait for a manifestation. അടുത്തൊരാളെ കൈ പിടിച്ചിട്ട് പറഞ്ഞാൽ വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തിരുന്നാലോ, and expect a manifestation. നിങ്ങളുടെ വെളിപ്പെടുത്തലിനെ പ്രതീക്ഷിച്ചാലോ. Hallelujah, 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 hallelujah. Come on, give a praise offering to our Lord. ദൈവത്തിന് സ്തുതിയാഗം അർപ്പിച്ചാട്ടെ. We know according to our new year thought, God restored us. ന്യൂ ഇയറിന് പറഞ്ഞ പ്രകാരം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായ ദൈവം നമ്മളെ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. How Jesus restored us? എങ്ങനെയാണ് ദൈവം നമ്മളെ പുനഃസ്ഥാപിച്ചത്? Through Calvary he redeemed us. കാൽവറിയിലൂടെ അവൻ വീണ്ടെടുത്തു and restored us. നമ്മളെ പുനഃസ്ഥാപിച്ചു. Now we are waiting for the manifestations of what he restored. ഇപ്പോൾ നമ്മൾ അവൻ എന്താണ് പുനഃസ്ഥാപിച്ചത് അതിന്റെ വെളിപ്പെടുത്തലിന് കാത്തിരിക്കുകയാണ്. Do you know one thing? നിങ്ങൾ ഒരു കാര്യം അറിയാമോ? Most of the Christians are not waiting for the manifestations, but they are waiting for the restorations. കൂടുതൽ ആൾക്കാരും കാത്തിരിക്കുന്നത് വെളിപ്പെടുത്തലിന് വേണ്ടിയിട്ടല്ല, അവർ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. Most of the people don't know what Jesus done in the cross. കാൽവറിയിൽ യേശു എന്താണ് ചെയ്തതെന്ന് കൂടുതൽ ക്രിസ്ത്യാനികൾക്കും അറിയത്തില്ല. They believe Jesus died for us. അവർ വിശ്വസിക്കുന്നുണ്ട് യേശു നമുക്ക് വേണ്ടി മരിച്ചു. More than that they don't know. അതിൽ കൂടുതലായിട്ട് അവർക്കൊന്നും അറിയത്തില്ല. Jesus died for us. യേശു നമുക്ക് വേണ്ടി മരിച്ചു. He redeemed everything for mankind. മനുഷ്യന് വേണ്ടുന്ന സർവ്വതും അവൻ വീണ്ടെടുത്തിരിക്കുന്നു.
We no need to cry out for our healing. നമ്മളുടെ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ കരയേണ്ട ആവശ്യമില്ല. No need to cry out for financial freedom. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ കരയേണ്ട ആവശ്യമില്ല. It is already restored. അത് പുനഃസ്ഥാപിക്കപ്പെട്ടതാണ്. No need to cry for our deliverance. നമ്മുടെ വിടുതലിന് വേണ്ടി ഞാൻ കരയേണ്ട ആവശ്യമില്ല. It is already restored. അത് പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. Once you know it is restored, it will manifest. Amen. അത് നിങ്ങൾ എപ്പോഴാണോ അത് തിരിച്ചറിയുന്നത് അത് പുനഃസ്ഥാപിക്കപ്പെട്ടെന്ന്, അപ്പോൾ നിങ്ങൾക്ക് അത് വെളിപ്പെടുവാനായി തുടങ്ങും. What we need now, we need the manifestations. നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ വെളിപ്പെടുത്തലാണ് നമുക്ക് വേണ്ടത്. Can I ask a question? ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? While you are praying, how you pray? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? Most of the Christians are praying, Lord, delivered us. കൂടുതൽ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്നെ വിടുവിക്കണേ എന്നാണ്. Lord, set us free, Lord. എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. Lord, we are in bondage, help us. ദൈവമേ ഞാൻ ബന്ധനത്തിലാണ്, എന്നെ സഹായിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. Lord, mercy for us. എൻ്റെ മേൽ കരുണ ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. These prayers are wrong. ഈ പ്രാർത്ഥനകളെല്ലാം തെറ്റാണ്. But the Christians don't know that. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് അത് അറിയത്തില്ല. According to Colossians chapter 1 verse 13 says, we are delivered from the hands of the devil and translated to the kingdom of Jesus. കൊലോസ്യരിൽ ഇങ്ങനെ പറയുന്നു, നമ്മളെ പിശാചിന്റെ കരങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവരാജ്യത്തിലാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. You can read from the Bible. നിങ്ങൾക്ക് ബൈബിളിൽ അത് വായിക്കാനായി സാധിക്കും. No need to wait for deliverance. We are already delivered from the hands of the devil. നിങ്ങൾക്ക് വിടുതലിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ പിശാചിന്റെ കരത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണ്. Come on, worship him. Most of the people don't know what the benefit for the Holy Spirit. Benefits in the Holy Spirit. പരിശുദ്ധാത്മാവിലുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് കൂടുതൽ ക്രിസ്ത്യാനികൾക്ക് When the അറിയില്ല. Holy Spirit come, നമുക്കറിയാം പരിശുദ്ധാത്മാവ് വരും. when the Holy Spirit come, what he will do, most of the Christians don't know. പരിശുദ്ധാത്മാവ് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടുതൽ ക്രിസ്ത്യാനികൾക്ക് അറിയത്തില്ല. According to 1 Corinthians chapter 2 verse 12 says, he reveal whatever God given to us. That's what the Holy Spirit works for us. 1 കൊരിന്ത്യർ 2:12 ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ അവൻ ദൈവം എന്തൊക്കെയാണ് നമുക്ക് തന്നതെന്ന് വെളിപ്പെടുത്തി തരുന്നു. So one of the work of the Holy Spirit is reveal what Jesus done for us. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവം യേശു എന്താണ് എനിക്ക് വേണ്ടി ചെയ്തതെന്ന് മനസ്സിലാക്കി തരുന്നതാണ്. But we don't know that. പക്ഷേ നമുക്കത് അറിയത്തില്ല. We know about the Holy Spirit for worshiping and for giftings. That's all we know. നമുക്കറിയാവുന്നത് പരിശുദ്ധാത്മാവിനെ ആരാധിക്കാനും കൃപാവരങ്ങൾക്കും വേണ്ടി മാത്രമാണ് പരിശുദ്ധാത്മാവിനെ അറിയുന്നത്. One of the biggest job of Holy Spirit is revealing the truths. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ സത്യം നമുക്ക് വെളിപ്പെടുത്തി He is തരികയാണ്. ready to reveal the truth to you. അത് അവൻ സത്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണ് അവന്റെ ഏറ്റവും വലിയ ജോലി. Are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? So most of the people are praying in the morning. They cry out like this, Lord, help us, Lord. കൂടുതൽ ആൾക്കാർ രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവമേ എന്നെ സഹായിക്കണേ എന്ന്. Lord, I am facing a big issues, Lord. ദൈവമേ Help me, Lord. ദൈവമേ ഞാൻ ഒരു വലിയ പ്രശ്നം നേരിടുകയാണ്, എന്നെ സഹായിക്കണേ എന്ന്. And remember me, Lord. എന്നെ ഓർക്കണേ. Change the situation, Lord. എന്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മാറ്റണേ. Deliver us, Lord. എന്നെ വിടുവിക്കണേ. This is what we are praying. ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. According to the New Testament understanding, is a wrong prayer. പുതിയ നിയമ സത്യപ്രകാരം അത് തെറ്റായ പ്രാർത്ഥനയാണ്. What do you need to pray? എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? Some people ask me, Pastor, how you entered in prayer? ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുന്നതെന്ന്. So simple. അത് നിസ്സാരമാണ്. I entered into the prayer by worshiping and thanksgiving. ഞാൻ പ്രാർത്ഥനയിലേക്ക് കടക്കുന്നത് നന്ദി പറയുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥനയിലേക്ക് കടക്കുന്നത്. When I start praising him and start worshiping him and thanksgiving and enter to the prayer. ഞാൻ അവനെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്തുകൊണ്ട് ഞാൻ പ്രാർത്ഥനയിലേക്ക് കടക്കുവാനിടയാകും. How you pray, Pastor? എങ്ങനെയാണ് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നത്? I pray according to the word. ഞാൻ വചനപ്രകാരമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. Last week we thought about
Lamentation chapter 3 verse 22 and 23 says, കഴിഞ്ഞ ആഴ്ച വിലാവിന്റെ പുസ്തകം 3:22-23 ഇങ്ങനെ പറയുന്നത് നമ്മൾ പഠിച്ചു. it is written, every morning his favor and his grace is new. നമ്മൾ പഠിക്കാനിടയിൽ ഓരോ പ്രഭാതത്തിലും അവന്റെ കൃപയും അവന്റെ കരുണയും പുതിയതാണ്. So we no need to pray and cry for his grace in the morning, a favor in the morning. നമ്മൾ ഓരോ പ്രഭാതത്തിലും നമ്മൾ കരയേണ്ട ആവശ്യമില്ല അവന്റെ കൃപയ്ക്ക് വേണ്ടിയിട്ടും അവന്റെ കരുണയ്ക്ക് വേണ്ടിയിട്ടും. So what we need to do, we have to believe what the Bible says. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ബൈബിൾ എന്താ പറഞ്ഞിരിക്കുന്നത്? That means when we are praying in the morning, we have to say, Lord, I know your grace is here. We believe in your grace. That's all. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത് ഇത്ര മാത്രമാണ്. അത് കർത്താവേ, എനിക്കറിയാം നിന്റെ കൃപ എൻ്റെ മേളിലുണ്ടെന്ന് ഞാൻ അതിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ പറയേണ്ടത്. That means in this today you are going to empower me in every situation, Lord. എനിക്ക് കർത്താവേ, എനിക്കൊരു കാര്യം അറിയാം. ഇന്ന് പകൽക്കാലം നീ എന്നെ എൻ്റെ സർവ്വ മേഖലയിലും എന്നെ ശക്തീകരിക്കാൻ പോകുന്നു എന്ന് എനിക്കറിയാം. Wherever I go, I know your grace is upon me, Lord. ഞാൻ എവിടെ പോയാലും നിന്റെ കൃപ എൻ്റെ മേലുണ്ടെന്ന് എനിക്കറിയാം. I am not going to fall in any area, Lord. ഞാൻ ഒരു സ്ഥലത്തും വീഴാനായി പോകുന്നില്ല. I am not going to cry for Lord help me because I know your grace is upon me, Lord. ഞാൻ കരയേണ്ട ആവശ്യമില്ല. എനിക്കൊരു കാര്യം അറിയാം, നിന്റെ കൃപ എൻ്റെ മേലുണ്ടെന്ന്. Lord, your favor is upon me, Lord. നിന്റെ കരുണ എൻ്റെ മേലുണ്ട്. Your favor is upon me, Lord. നിന്റെ പ്രസാദം എൻ്റെ മേലുണ്ട്. Wherever I go, the people show favor to me, Lord. ഞാൻ എവിടെ പോയാലും ജനങ്ങൾ എന്നോട് പ്രസാദം കാണിക്കാൻ ഇടയാകും. Hallelujah. That's what the Bible says. അതാണ് ബൈബിൾ പറയാൻ ഇടയാകുന്നത്. Can you say with me, Lord? എന്നോട് പറയാമോ, Your ദൈവമേ, grace is upon me. നിന്റെ കൃപ എൻ്റെ മേലുണ്ട്. Your favor is upon me. നിന്റെ കരുണ എൻ്റെ മേലുണ്ട്. Wherever I go, ഞാൻ എവിടെ പോയാലോ I see your grace. നിന്റെ കൃപ ഞാൻ കാണുവാൻ I will ഇടയാകും. experience the grace. നിന്റെ കൃപ ഞാൻ അനുഭവിക്കാൻ ഇടയാകും. I will see your favor. നിന്റെ കരുണ ഞാൻ കാണും. I will experience your favor. നിന്റെ പ്രസാദം ഞാൻ അനുഭവിക്കും. Hallelujah. 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 You lack nothing, brother. നിങ്ങൾ ഒന്നും നിങ്ങൾക്ക് Because കുറവുണ്ടാകത്തില്ല. the grace of God is following you. കാരണം ദൈവത്തിന്റെ കൃപ നിന്നെ The favor പിന്തുടരുന്നു. of God is following you. നിന്റെ ദൈവത്തിന്റെ കരുണ പിന്തുടരുന്നു. You never lack nothing. നീ ഒന്നിനും കുറവുള്ളവനായിരിക്കത്തില്ല. Because my Jesus is my shepherd. കാരണം യേശു എന്റെ ഇടയനാകുന്നു. I shall not want. എനിക്ക് ഒന്നിനും ഒരു He കുറവുണ്ടാകത്തില്ല. lead me to the green pastures. അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തുന്നു. He comfort my soul. എന്റെ ഹൃദയത്തെ അവൻ തണുപ്പിക്കുന്നു. According to the word, the blessing and goodness and mercy will follows me. വചനപ്രകാരം നന്മയും കരുണയും എന്നെ പിന്തുടരുന്നു. Unfailing love will follow me. പരാജയമില്ലാത്ത സ്നേഹം എന്നെ പിന്തുടരുന്നു. How can I wait for feeding me? Lord, you are my shepherd. You always fed me. എന്നെ കരുതാൻ വേണ്ടി ഞാൻ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദൈവമേ, നീയാണ് എന്റെ കരുതൽ. Come on, give a praise offering to Lord. അവനൊരു സ്തുതിയാഗം കൊടുത്ത് ആരാധിച്ചാട്ടെ. Come on. ആരാധിച്ചാട്ടെ. Most of the people are crying for mercy. കൂടുതൽ ആൾക്കാർ കരുണയ്ക്ക് വേണ്ടി കരയുകയാണ്. If you read 1 Peter chapter 2 verse 10, it is written, once you were not the people, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, but now you are God's people. ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. Once you had not received mercy, നിങ്ങൾ കരുണ ലഭിക്കാത്തവർ, but now you have received mercy. ഇപ്പോൾ കരുണ ലഭിച്ചവർ തന്നെ. That means we are received mercy from God. നമ്മൾ ദൈവത്തിൽ നിന്ന് കരുണ പ്രാപിച്ചവരാണ്. No need to cry for mercy. നമ്മൾ കരുണയ്ക്ക് വേണ്ടി കരയേണ്ട ആവശ്യമില്ല. So when I was born again in Catholic group, ഞാൻ കാത്തലിക് ഗ്രൂപ്പിലായിരുന്ന ആ സമയത്ത് ഞാൻ വീണ്ടെടുത്തപ്പോൾ, so I always pray to Mary, Mother Mary. ഞാൻ കാത്തലിക് സഭയിൽ പോയിരുന്ന സമയത്ത് ഞാൻ മറിയോട് പ്രാർത്ഥിക്കുമായിരുന്നു. We pray with rose rings. ഞാൻ കയ്യിലുണ്ടായിരുന്ന റോസ് റിംഗ് ഉപയോഗിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ജപമാല വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. So while I was using the rose ring, there is a prayer for കരുണക്കൊന്ത. അങ്ങനെ കരുണക്കൊന്ത എന്ന് പറഞ്ഞ സാധനം ഞാൻ ചൊല്ലുമായിരുന്നു. റോസ് റിംഗ് ഫോർ mercy, കൃപയ്ക്ക് വേണ്ടിയിട്ടുള്ള ജപമാല. So
It is like this: Lord, mercy upon me, Lord. Mercy upon me, Lord. Mercy upon me, Lord. Mercy upon me, Lord. Mercy. Continually I cry like that. ആ കൊന്ത ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ, ദൈവമേ എന്നോട് കരുണ തോന്നണമേ, എന്നോട് കൃപ തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ, എന്നോട് കൃപ തോന്നണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Before I heard from Catholic group, my mother always pray for mercy. ഞാൻ കാത്തലിക് ഗ്രൂപ്പിൽ കേൾക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന So I also started to pray, Lord, mercy for me, Lord. അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കാനായി തുടങ്ങി, എന്നോട് കരുണ തോന്നണമേ. But when I started to learn this scripture, I understood one thing. Already the grace is upon me, the mercy is upon me. No need to cry for the mercy. I received the mercy from Christ. Amen. ഞാൻ ഈ വചനം പഠിക്കുന്ന സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. കൃപ എൻ്റെ മേളിലുണ്ട്, കരുണ എൻ്റെ മേളിലുണ്ട്. ഞാൻ അതിനുവേണ്ടി കരയേണ്ട ആവശ്യമില്ല. You know, when we wake up with anxiety നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് or frustration or suffocations with our problems, നമ്മുടെ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ചിന്തകളിലും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ we don't know how to pray. നമുക്കറിയത്തില്ല എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. First thing I want to say, the grace of this upon me. എനിക്ക് നിങ്ങളോട് പറയാനുള്ള അവന്റെ കൃപ The എൻ്റെ favor മേലുണ്ട്, is upon me. അവന്റെ ഫേവർ എൻ്റെ മേലുണ്ട്, The mercy is upon me. അവന്റെ കരുണ എൻ്റെ മേലുണ്ട്. You have to believe from that morning on, tomorrow morning onwards, now onwards, the mercy will follow you. നിങ്ങൾ Amen. വിശ്വസിക്കേണ്ട ഈ നിമിഷം മുതൽ അവന്റെ The കരുണ grace will follow you. അവന്റെ കൃപ നിങ്ങളെ The favor പിന്തുടരുകയാണ്. will follow you. അവന്റെ പ്രസാദം നിങ്ങളെ പിന്തുടരുകയാണ്. Say with me, Lord, I believe. നിങ്ങൾ കരമൊഴുത്തി പറഞ്ഞാൽ, ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു, Your grace is follow me. നിന്റെ കൃപ എന്നെ പിന്തുടരുന്നു, Favor is following me. നിന്റെ പ്രസാദം എന്നെ പിന്തുടരുന്നു, Your favor is following me. നിന്റെ പ്രസാദം എന്നെ പിന്തുടരുന്നു. I am in your mercy, Lord. ഞാൻ നിന്റെ കരുണയ്ക്കകത്താണ്, I am in your grace, Lord. ഞാൻ നിന്റെ I കൃപയ്ക്കകത്താണ്, am in your favor, Lord. ഞാൻ നിന്റെ പ്രസാദത്തിനകത്താണ്, I am in your mercy, Lord. ഞാൻ നിന്റെ കരുണയ്ക്കകത്താണ്. Once again, I believe in your mercy, Lord. ഞാൻ നിന്റെ കരുണയിൽ വിശ്വസിക്കുന്നു, I believe in your grace, Lord. ഞാൻ നിന്റെ കൃപയിൽ വിശ്വസിക്കുന്നു, I believe in your favor, Lord. ഞാൻ നിന്റെ പ്രസാദത്തിൽ വിശ്വസിക്കുന്നു, I live in your favor, Lord. ഞാൻ നിന്റെ പ്രസാദത്തിൽ ജീവിക്കുന്നു, I live in your mercy, Lord. ഞാൻ നിന്റെ കരുണയിൽ ജീവിക്കുന്നു. Give a praise offering to our Lord. ദൈവത്തിന് ഒരു സ്തുതിയാഗം അർപ്പിച്ചോട്ടെ. ഓൾറെഡി ഞാൻ വിടുവിക്കപ്പെട്ടു കഴിഞ്ഞു. ഞാൻ അവൻ്റെ കൃപയിലാണ്, ഞാൻ അവൻ്റെ നിറവിലാണ്, ഞാൻ അവൻ്റെ അനുഭവത്തിലാണ് ആയിരിക്കുന്നത്. അത് ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ മാറും, നമ്മുടെ ശൈലികൾ മാറും, നമ്മുടെ ചിന്താഗതികൾ മാറും, എൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടാകും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ വേറൊരു തലത്തിലാണ് ആക്കിയിരിക്കുന്നത്. ഓരോ പ്രവചന ശബ്ദവും, ഓരോ ദൈവത്തിൻ്റെ വചനവും എന്നോട് സംസാരിക്കുന്നത് അവൻ്റെ സത്യങ്ങളെയാണ് സംസാരിക്കുന്നത്. ആ ട്രൂത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ ആ സത്യങ്ങളിൽ ചലിക്കുന്ന ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഞാൻ അനുഭവിക്കും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്ന വിളി വളരെ വലുതാണ്. അതിലായിരുന്നാട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ സഹോദരിയുടെ പേര് രത്നം. എന്നാണ് പേര്. രത്നം കൊല്ലങ്കോട് നല്ല സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ സിസ്റ്റർക്കും ഇവരുടെ മോനും ഒരു മാസമായി അലർജിയും അതുമൂലമുള്ള ചൊറിച്ചിലുമായിരുന്നു. ഒരു മാസത്തോളമായി ഇവർക്കും ഇവരുടെ സിസ്റ്ററും മോനും ശരീരത്തിൽ ചൊറിച്ചിലായിരുന്നു. അത് ഒക്ടോബർ മാസത്തിലുള്ള നമ്മുടെ പബ്ലിക് മീറ്റിംഗിൽ വന്നു, പങ്കെടുത്തു, പ്രാർത്ഥിച്ചു, പൂർണ്ണമായിട്ട് സൗഖ്യമായിട്ടുള്ള സാക്ഷ്യമായി. നേരത്തെ ഇങ്ങനെ അലർജി ഉണ്ടായിരുന്നോ സിസ്റ്റർ? നേരത്തെ ഇല്ല, ഇപ്പോൾ 2 മാസമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നാണ്. പിന്നെ വന്ന് മരുന്നൊന്നും തേച്ചിട്ടില്ല, താനെ മാറി. അപ്പോൾ 1 മാസമായിട്ട് ചൊറിച്ചിലുണ്ടായിട്ട് ഒരു മെഡിസിനും എടുത്തില്ലേ? ഇല്ല, ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാതെ യേശുവിനെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. 1 മാസമായിട്ട് 2 പേർക്കും അലർജി ആയിരുന്നു. എന്നാൽ അമ്മ വന്ന് പ്രാർത്ഥിച്ച അന്ന് സൗഖ്യമായി മാറി. കർത്താവ് ചെയ്തതിനെ കരങ്ങളെ അടിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. ഈ ബ്രദറിൻ്റെ പേര് ഗോവിന്ദൻ എന്നാണ്, സിസ്റ്ററുടെ പേര് ഗീത എന്നാണ്. കടമ്പഴിപ്പുറം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഈ കുടുംബമായിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ മാസത്ത് നമ്മുടെ പാലക്കാട് പബ്ലിക് മീറ്റിങ്ങിൽ വെച്ച് കർത്താവ് ഈ കുടുംബത്തിന് ചെയ്ത ഒരു കൂട്ടം അത്ഭുത സാക്ഷ്യങ്ങളുമായിട്ടാണ് അവരിവിടെ ആയിരിക്കുന്നത്. ഗീത സിസ്റ്റർക്ക് 1 വർഷത്തിലധികമായി ചെസ്റ്റിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. മാത്രമല്ല അതിൽ ചൊറിച്ചിലും ഉണ്ടായിരുന്നു. ഒരു കൈ പൊക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ബ്രദർ അന്ന് ദൂത് പറഞ്ഞു പ്രാർത്ഥിച്ചതാ. ബ്ലൗസ് ഇടാൻ പോലും കഴിയാതെ ആയിരുന്നു. കൈ പൊക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇടതുവശത്തെ ചെവി അടപ്പായിരുന്നു, അടഞ്ഞിരിക്കായിരുന്നു. എന്നാൽ
ബ്രദർ ദൂത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ സിസ്റ്ററുടെ പൂർണ്ണമായി സൗഖ്യമായി, ചെവി തുറന്നു, ചെസ്റ്റിലെ തടിപ്പ് മാറിപ്പോയി, ചൊറിച്ചിൽ മാറിപ്പോയി എന്നാണ് സിസ്റ്റർക്കുള്ള സാക്ഷ്യം. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ മാസത്തെ മീറ്റിങ്ങിന് ഏറ്റവും ആദ്യം വിളിച്ചത് നിങ്ങളെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, നിങ്ങൾ എവിടുന്ന വരുന്നേ? കടമ്പടിപ്പുറം. എനിക്ക് തോന്നുന്നു വിശ്വാസത്തിൽ വന്നിട്ട് നിങ്ങൾ ഒത്തിരി പ്രശ്നം അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞു കുടുംബം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മീറ്റിങ്ങിന് കഴിച്ചു, ഞാൻ വീട്ടിൽ പോയിട്ടും പ്രാർത്ഥിച്ചു കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ മഴ മാറിപ്പോയി, അന്ന് തന്നെ ആ മഴ മാറിപ്പോയി, ചെവി കേൾക്കാം, മഴ മാറിപ്പോയി, അലർജി മാറിപ്പോയി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അതുപോലെ കയ്യിനും സൗഖ്യം വന്നു. കൈ പൊക്കത്തില്ലായിരുന്നു, പറ്റില്ലായിരുന്നു. പ്രാർത്ഥിച്ചപ്പോ അത് പൂർണ്ണ സൗഖ്യമായി. ആമേൻ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. അടുത്തത് ബ്രദറെ, അതുപോലെ ബ്രദറിനുണ്ടായ സൗഖ്യം 2 വർഷത്തിലധികമായിട്ട് ബ്രദറിന് ശ്വാസം മുട്ടൽ എന്ന പ്രയാസമുണ്ടായിരുന്നു. അതുമൂലം പലപ്പോഴും ഉറങ്ങാനൊക്കെ വളരെ പ്രയാസമായിരുന്നു. എന്നാൽ കഴിഞ്ഞ പബ്ലിക് മീറ്റിങ്ങിൽ ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ നിമിഷം മുതൽ ആ പ്രയാസം പൂർണ്ണമായി മാറിപ്പോയി എന്നാണ് ബ്രദർ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ വായിൽ ഡ്രൈനസ് ആയിരുന്നു, അതും പൂർണ്ണമായി മാറി എന്നാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത്. ശ്വാസം മുട്ടൽ മാറിപ്പോയി. 2 വർഷമായിട്ട് ശ്വാസം മുട്ടലായിരുന്നു, മാറിപ്പോയി. ഇപ്പൊ മാറിപ്പോയി. പാസ്റ്റർ അന്ന് പ്രാർത്ഥിച്ചു, പൂർണ്ണമായി മാറിപ്പോയി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് യേശു കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ. ബ്രദറെ, സിസ്റ്ററുടെ പേര് കാവ്യ എന്നാണ്. തന്തമംഗലത്ത് നിന്നാണ് സിസ്റ്റർ കടന്നു വരുന്നത്. ഈ സിസ്റ്റർക്ക് പറയാനുള്ളൊരു അത്ഭുത സാക്ഷ്യം, ബ്രദർ ഇന്ന് ഇവിടെ മെസ്സേജ് പറഞ്ഞതുപോലെ തന്നെ 12 വർഷം രക്തസ്രാവത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ സിസ്റ്റർക്ക് 8 മാസമായി ഓവർ ബ്ലീഡിംഗ് ആയിരുന്നു. അതിൽ നിന്നും പൂർണ്ണ സൗഖ്യം ലഭിച്ചു എന്ന് പറയുവാനാണ് സിസ്റ്ററുടെ ആയിരിക്കുന്നത്. ഈ സിസ്റ്റർ ഡോക്ടറെ കാണിച്ചു, ഡോക്ടറെ സ്കാൻ ചെയ്യാനായി പറഞ്ഞു. അപ്പോൾ ഓവർ ബ്ലീഡിംഗ് അനുസരിച്ച് സിസ്റ്ററിന് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ജോലിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല, യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഈ സിസ്റ്റർ ഇവിടെ കടന്നു വരികയും ബ്രദർ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അന്ന് തന്നെ ഈ സിസ്റ്റർ പറയുന്നത് പൂർണ്ണ സൗഖ്യം ലഭിച്ചു എന്നാ പറയുന്നത്. 8 മാസമായിട്ട് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, ഭയങ്കര ബ്ലീഡിംഗ് ആയിരുന്നു, ഭയങ്കരമായിട്ട് ബ്ലീഡിംഗ്, ഭയങ്കരമായിട്ട് ജോലിക്ക് പോകാനൊന്നും പറ്റിയില്ലായിരുന്നു. ഒക്ടോബറില്, സെപ്റ്റംബർ, ജൂലൈ, ഓഗസ്റ്റില്, നവംബർ, കഴിഞ്ഞ നവംബർ 2023 നവംബർ തൊട്ട് 24 ഒക്ടോബർ, ജൂലൈ, ഓഗസ്റ്റ് വരെ അന്ന് സൗഖ്യമായി. ബ്രദറും സിസ്റ്ററും കൂടെ പ്രാർത്ഥിച്ചു. ഇന്ന് പിന്നെ വിതുര വന്നില്ല, ഇപ്പൊ നോർമലായി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. 3 മാസമായിട്ട് ബ്ലീഡിംഗ് ഇല്ല, നോർമലാണ്. ദൈവത്തിൻ്റെ സ്നേഹമുള്ള പ്രവൃത്തികൾക്കായി നന്ദി പറയാം. അവൻ്റെ കരുതൽ വിടുതലിനെ നൽകുന്നു. അവൻ്റെ കരുതൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നു. നമ്മളെ പുതിയ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ആ സ്നേഹത്തിനായി നമുക്ക് നന്ദി പറയാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ അതിനോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഇവർ ആയിരിക്കുന്നത് ദൈവരാജ്യത്തിലാണ് ആയിരിക്കുന്നത്, ദൈവിക അനുഭവങ്ങളിലാണ് ആയിരിക്കുന്നത്. ക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വ്യക്തികളും ആ സമയം മുതൽ ആ രാജ്യത്തിലും ആ അനുഭവങ്ങളിലും ആ സത്യങ്ങളിലുമൊക്കെയാണ് ആയിരിക്കുന്നത്. പലപ്പോഴും എന്നാൽ ആ സത്യങ്ങളെക്കുറിച്ച് അറിവില്ലാതെ, ബോധമില്ലാതെ ആയിരിക്കുന്നു. എന്നാൽ ദൈവവചന സത്യം ഒരു വ്യക്തി കേൾക്കുമ്പോൾ ആ ട്രൂത്തിലേക്ക് വരികയാണ്, അനുഭവത്തിലേക്ക് വരികയാണ്, ആ യാഥാർത്ഥ്യത്തിലാണ് ആയിരിക്കുന്നത്. ഈ കുടുംബങ്ങൾ അത് അനുഭവിക്കട്ടെ, ഈ കുടുംബങ്ങൾ അതിലായിരിക്കട്ടെ, ഈ കുടുംബങ്ങൾ അത് അനുഭവിക്കട്ടെ, ഈ കുടുംബങ്ങൾ അതായിരിക്കട്ടെ. എനിക്ക് ഒരു വ്യക്തിയെ കാണാം, സാധാരണ അതായത് വിവാഹമൊക്കെ കഴിഞ്ഞ് പ്രാരാബ്ധങ്ങളിലായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. തൻ്റെ ജീവിതത്തെ നോക്കി നെഗറ്റീവ് വാക്കുകൾ പറയുന്നത്, എൻ്റെ ജീവിതം ഇങ്ങനെ, എൻ്റെ ലൈഫ് ഇങ്ങനെ, ഇതിനി ശരിയാകത്തില്ല, പ്രതീക്ഷകളില്ലാത്ത വാക്കുകൾ പറയുന്നത്. എന്നാൽ എനിക്ക് വ്യത്യസ്തമായൊരു കാഴ്ച കാണാം. ചെറുപ്പമായിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ നോക്കി ഇനി ഒരിക്കലും നന്നാവത്തില്ല, രക്ഷപ്പെടത്തില്ല എന്ന് പറയാം. ഒരു പക്ഷേ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്തത് താൻ ആരിൽ നിന്നോ കേട്ട വാക്കുകളാണ് താൻ ഉരുവിടുന്നത്. എന്നാൽ കർത്താവ് പറയുകയാണ്, അത് ഉരുവിടാതെ ദൈവജന സത്യത്തെ ഉരുവിട്ടാട്ടെ. കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുമെന്നുള്ളതിനെ, ആ വാക്യങ്ങളെ ഉരുവിട്ടാട്ടെ. നീ നാളെ ഇത് കാണാനിടയാകും, നീ നാളെ ഇത് കാണും, നിൻ്റെ ലൈഫിൽ ഇത് കാണും, നിൻ്റെ ജീവിതം അനുഗ്രഹത്തിലേക്ക് വരുന്നത് കാണും. നിൻ്റെ സാഹചര്യങ്ങൾക്ക് അപ്പുറത്തായിട്ട്, ലിമിറ്റേഷനുകൾക്ക് അപ്പുറമായിട്ട് ചിലത് കാണും. അതിനെ ഉരുവിട്ടാട്ടെ, ആ വാക്കുകൾ ഉരുവിട്ടാട്ടെ. അത് നിൻ്റെ വായിൽ നിന്ന് മാറാതെ ഇരിക്കട്ടെ, അത് നിൻ്റെ വായിൽ നിന്ന് മാറാതെ ഇരിക്കട്ടെ. അപ്പോൾ നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു.
പറയുന്നു, കർത്താവെ ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവെ. എനിക്കൊരു വ്യക്തിയെ കാണാം, ആ വ്യക്തിക്കുള്ള സകലത്തിന്മേലും ആ വ്യക്തി ലോൺ എടുത്തിരിക്കുക. ലോണില്ലാത്ത ഒരു കാര്യം പോലും തൻ്റെ വീട്, വസ്തു, വാഹനം എല്ലാത്തിലും എന്തൊക്കെ നന്മയെന്ന് തോന്നുന്നോ അതിലെല്ലാം താൻ ലോൺ എടുത്തിരിക്കുക. കർത്താവെ, ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന ശാപത്തിൽ നിന്ന് ആ വ്യക്തി പുറത്തു വരട്ടെ അപ്പാ. ആ ഒരു നുകം പോലെ തൻ്റെ മുകളിലായിരിക്കുന്നുവെന്ന് തല ഉയർത്താൻ കഴിയാത്ത വിധത്തിൽ തൻ്റെ മുകളിൽ ഒരു ഭാരം വെച്ചിരിക്കുക, ഒരു നുകം വെച്ചിരിക്കുക. അതിൽ നിന്ന് കർത്താവെ ആ വ്യക്തി പുറത്തു വരട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ആ ശാപത്തിൻ്റെ കെട്ടുകൾ തൻ്റെ ലൈഫിൽ നിന്ന് ഉടഞ്ഞു പോകട്ടെ അപ്പാ, ഉടഞ്ഞു പോകട്ടെ അപ്പാ, ഉടഞ്ഞു പോകട്ടെ അപ്പാ. യേശുവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ വീടുകളിൽ സ്വാതന്ത്ര്യമുണ്ടാകട്ടെ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുണ്ടാകട്ടെ, സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേ ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. അത്ഭുതങ്ങൾ കൊണ്ട് നിറച്ചാട്ടെ, അത്ഭുതങ്ങൾ കൊണ്ട് നിറച്ചാട്ടെ. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. അവൻ്റെ സ്നേഹത്തിലും അത്ഭുതങ്ങളിലും, ആമേൻ, ഓരോ ദിവസവും എക്സൈറ്റഡ് ആയിരിക്കാം. God bless you.